എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. ശ്രീ പൂക്കോത്ത് കൊട്ടാരം മുണ്ടേക്കാവ് 12 വർഷങ്ങൾക്ക് ശേഷം നടക്കുന്ന ഒറ്റക്കോല മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള ഒരു സാംസ്കാരിക സദസ്സാണ് ഇന്നിവിടെ നടക്കുന്നത്. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ട ശശിയേട്ടൻ, പ്രിയപ്പെട്ട മോഹനേട്ടൻ, അതുപോലെ പ്രഭാഷണം നടത്തി നമ്മളെ ആകെ ചിന്തയുടെ രസത്തിൻ്റെ അടക്കം ലോകത്തേക്ക് എത്തിച്ച പ്രിയപ്പെട്ട ശ്രീ VK സുരേഷ് ബാബുവേട്ടൻ, അതുപോലെ ബാലകൃഷ്ണേട്ടൻ, രമേശേട്ടൻ, ഉണ്ണിയേട്ടൻ, എൻ്റെ എത്രയും പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ ഈ വേദിയിലിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ്. കാരണം ഇത്രയും പേർ പ്രസംഗം കേൾക്കാൻ അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കാൻ ഇത്രയും നിശബ്ദമായിട്ട് ഇരുന്ന് കേൾക്കുന്ന ഒരു സദസ്സ് കാണാൻ അത്രയധികം ചന്തമാണ്. അത് വേദിയിലിരിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ മഹോത്സവങ്ങളും ഉത്സവങ്ങളും കളിയാട്ടങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ സാംസ്കാരിക ഉത്സവം കൂടിയാണ്. അത് വളരെ വിശദമായി ഇനി മറ്റൊരു തരത്തിലുള്ളൊരു പ്രസംഗത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം എല്ലാ തലങ്ങളെയും തൊട്ടുകൊണ്ടാണ് സുരേഷ് ബാബുവേട്ടൻ ഇവിടെ നമ്മുടെ മുമ്പിൽ പ്രഭാഷണം നടത്തി കഴിഞ്ഞത്. ഇനി മറ്റൊരു തരത്തിൽ നമുക്ക് പറയുവാനില്ല, വാക്കുകൾ കേൾക്കാൻ നമുക്ക് താല്പര്യമുണ്ടാവില്ല. തീർച്ചയായിട്ടും എന്നും ഈ നാട് എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മുഖ്യാതിഥിയോ വിശിഷ്ടാതിഥിയോ ഒന്നുമല്ല. കാരണം എപ്പോഴും വളരെ സ്നേഹത്തോടു കൂടി ഈ നാട്ടിൽ നടക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പൂക്കോത്ത് തെരുവിൽ നടക്കുന്ന എന്ത് പരിപാടിയും ആയിക്കോട്ടെ, അത് ക്ലബിൻ്റെ പരിപാടി ആയിക്കോട്ടെ, എന്തായാലും എപ്പോഴും വളരെ സ്നേഹത്തോടെ ഇത് എന്നും നമ്മുടെ നാടിൽ മാതൃകയാകട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. 12 വർഷങ്ങൾക്ക് മുന്നേ ഒറ്റക്കോലം കണ്ട ഓർമ്മകൾ ഇപ്പോഴുമുണ്ട്. നല്ല മഞ്ഞിനൊക്കെ പോയിരുന്ന് മുഴുവൻ സമയവും അത് കണ്ടു. 12 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പുതിയ കാലത്ത് ജീവിക്കുന്ന നമുക്കും പുതിയ തലമുറയ്ക്കടക്കം പുതിയൊരു അനുഭവം നൽകുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ പുതിയ കാലത്ത് റീലിന് വേണ്ടി മാത്രം പലതും കാട്ടിക്കൂട്ടുന്ന ഒരു കാലത്താണ് ഉത്സവങ്ങളൊക്കെ നടക്കുന്നത്. എനിക്ക് വളരെ പ്രിയപ്പെട്ടവരോട് പറയുവാനുള്ളതും നമ്മുടെ കണ്ണുകൾ കൊണ്ട് പരമാവധി ഇതൊക്കെ കാണാൻ ശ്രമിക്കണം. കാരണം പല കളിയാട്ടക്കാവുകളിലും ഒക്കെ ചെല്ലുമ്പോൾ എല്ലാവരും മൊബൈൽ ഫോണും പിടിച്ചാണ് തെയ്യമായിക്കോട്ടെ, ഉത്സവമായിക്കോട്ടെ, ദീപാരാധന ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ. നമുക്ക് കണ്ണുകൾ തന്നിരിക്കുന്നത് ഇതൊക്കെ കാണുവാനാണ്. നേരത്തെ പറഞ്ഞു വരുന്നു തെയ്യത്തെക്കുറിച്ചൊക്കെ വളരെ സത്യമാണ്. ഇത്രയധികം സർവ്വകലകളും ചേരുന്ന മറ്റൊരു ആർട്ട് ഫോം, മറ്റൊരു കലാരൂപം ഉണ്ടോ എന്ന് ഈ ലോകത്തിൽ തന്നെ ഉണ്ടോ എന്ന് അറിയില്ല. കാരണം അത് നമ്മൾ വീക്ഷിക്കണം. അതിൻ്റെ ഒരു കാലത്ത് അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം തോറ്റപ്പാട്ട് കേട്ടുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഒരു തലമുറ, ഞങ്ങളൊക്കെ വളർന്നത്, മുൻ തലമുറ. ഇന്ന് തോറ്റം കേൾക്കാൻ പോലും നമുക്ക് താല്പര്യം ഉണ്ടാകില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ ഒരു സാംസ്കാരിക ഉത്സവമാണ്. ഒരു നാട് മുഴുവൻ ഒരുമിച്ചിരുന്ന് നേരത്തെ പറഞ്ഞതുപോലെ യാതൊരു വിധത്തിലുള്ള വേലിക്കെട്ടുകളോ മതിലുകളോ നമുക്കിടയിൽ ഇല്ലാതെ സ്നേഹത്തിൻ്റെ ഉത്സവമാക്കി ഈ ഒറ്റക്കോല മഹോത്സവം ആക്കി മാറ്റണം. എത്ര തവണ മേലേരിയിൽ ചാടി എന്ന് എണ്ണുന്നതിന് പകരം ആ ഭക്തിയോടുകൂടി നമുക്ക് ആ തെയ്യക്കോലം ദർശിക്കാൻ നമ്മുടെ നേത്രങ്ങൾ കൊണ്ട് സാധിക്കണം. ഹൃദയത്തോടുകൂടി, ഹൃദയം കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കണം. എന്തായാലും ഈ ഒറ്റക്കോല മഹോത്സവം ഇത്രയും അതിഗംഭീരമായി ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ച ഇതിൻ്റെ മുഴുവൻ സംഘാടകർക്കും ആഘോഷ കമ്മിറ്റിക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ നന്ദിയും ആശംസകളും അറിയിക്കാൻ കൂടുതൽ വാക്കുകളിലേക്ക് പോകുന്നില്ല. പലപ്പോഴും എനിക്ക് നാട്ടുകാരുമായി പല കാര്യങ്ങളും നേരിട്ട് ഇതുപോലെ വേദികളിൽ സംസാരിച്ച ഒരാളാണ്. ഈ ഒരു ദിവസം ഈ വേദിയിലെത്തുക എന്നത് മാത്രമാണ് എൻ്റെ മുൻഗണന ഉണ്ടായത്. ഏതെങ്കിലും ഒരു സമയത്ത് വരിക. കാരണം അത്രയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇത് തന്നെയാണ് നമ്മുടെ പുതിയ കാലത്ത് അത്രയധികം നെഗറ്റീവ് വാർത്തകൾ വന്ന് നിറയുമ്പോൾ ഈ നെഗറ്റിവിറ്റി നമുക്കുണ്ടാക്കാൻ സാധിക്കുക ഇതുപോലുള്ള കൂട്ടായ്മകൾ, കളിയാട്ടങ്ങൾ, മഹോത്സവം, ഇനി തൃച്ചംബരം ഉത്സവം വരാൻ പോകുന്നു 14 ദിവസം. അങ്ങനെ നിറയെ ഉത്സവങ്ങളാണ്. അത് മനസ്സിലും ആ ഒരു സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പ്രണയത്തിൻ്റെ, പരസ്പരം കൂടിച്ചേരുന്നതിൻ്റെ ഉത്സവമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒറ്റക്കാല മഹോത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഈ സാംസ്കാരിക ഉത്സവത്തിൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇനിയും നമുക്ക് കൂടുതൽ ഒത്തൊരുമയോടെ, സ്നേഹത്തോടെ നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കട്ടെ. അതിൽ നിമിത്തമായി മാറട്ടെ ഈ ഒറ്റക്കോല മഹോത്സവം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്
ഈ 12 വർഷത്തിന് ശേഷമാണ് ഇത് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ എല്ലാ ഒരു എന്താ പറയുക കാണുവാനുള്ള ഒരു കൊതിയോടുകൂടി ആകാംക്ഷയോടുകൂടി നമ്മളെല്ലാവരും ഇരിക്കുകയാണ്. ഒറ്റക്കോല മഹോത്സവത്തിന് എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഭക്തി നിർഭരമായ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഈ ഒരു പരിപാടിയിലേക്ക് ഞാൻ തന്നെ വേണം എന്നെ വിളിച്ചതിന്. അത് ഞാൻ പറയുന്നത് എനിക്ക് തരുന്ന സ്നേഹമാണ്. തിരിച്ച് ഞാനും അതിന് ബാധ്യസ്ഥനാണ്. ഞാനും നിങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നു. നിങ്ങൾ തരുന്ന സ്നേഹത്തിൻ്റെ ഇരട്ടി ഞാനും നിങ്ങൾക്കും സ്നേഹം തരുന്നു, എൻ്റെ ഹൃദയം തരുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയിലേക്ക് വിളിച്ച എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, എല്ലാവരും പരസ്പരം അറിയുന്നവരാണ്. ഒരു തരത്തിലുള്ള വേർതിരിവുകളോ പരിചയക്കുറവോ ഒന്നുമില്ല. എങ്കിലും ഔപചാരികതയുടെ പേരിൽ മാത്രം ഇതിൻ്റെ ആഘോഷ കമ്മിറ്റിയോട് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നമുക്ക് എല്ലാവർക്കും ഈ ഒറ്റക്കോല മഹോത്സവം വിജയിപ്പിക്കുന്നതിനായി ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ. ആ 3 ദിവസങ്ങളും നമുക്ക് അതിനുവേണ്ടി മാറ്റി വെച്ചുകൊണ്ട് ഇനിയും മുന്നിട്ടിറങ്ങാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, സ്നേഹം.